വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1ൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്, നേച്ചർ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ് ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്തു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻഗേജ്മെൻറ്റ് മീൻസ് ആൻ അറേഞ്ച്മെൻറ്റ് ടു ഡൂ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ അറേഞ്ച് ചെയ്യുക എന്നതാണ് എൻഗേജ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓഡിറ്റിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ് എൻഗേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരികയാണ്. ക്ലയൻറ്റ് ആരുമാവാം. ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, ഒരു പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് എൻറ്റിറ്റി ആവാം. അങ്ങനെ ഒരു ക്ലയൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു സർവീസ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റിംഗ് മാത്രമല്ല ചെയ്യുന്നത്, പലതരത്തിലുള്ള സർവീസസ് ചെയ്യും. മേ ബി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് ചെയ്യാം, റിവ്യൂസ് ചെയ്യാം, സ്റ്റോക്ക് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, കൺസൾട്ടിങ്, അങ്ങനെ പലതരത്തിലുള്ള സർവീസസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഈ ക്ലയൻറ്റ് അദ്ദേഹത്തിന് ഏത് സർവീസാണോ ആവശ്യം ആ സർവീസ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ CA-കാരൻ അത് സമ്മതിക്കുകയും അവർ തമ്മിൽ ഒരു ഫോർമൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുമായിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫോർമൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ശരിക്കും എൻഗേജ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഓഡിറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ക്ലയൻറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് അവർക്ക് ആവശ്യമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് എന്നുള്ളതിന് പകരം ഓഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എൻഗേജ്മെൻ്റ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓഡിറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ക്ലയൻറ്റ് എൻഗേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറയും. ഇനി എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്? എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ എൻറ്റിറ്റിക്ക് പുറത്തുള്ള ഒരാളായിരിക്കും. അതായത് ആ ക്ലയൻറ്റോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സ്ഥാപനമോ ആയിട്ട് ഓഡിറ്ററിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓഡിറ്റർ ആ എൻറ്റിറ്റിക്ക് എക്സ്റ്റേണൽ ആയിരിക്കും, പുറത്തുള്ള ഒരാളായിരിക്കും. ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റും ഓഡിറ്ററും തമ്മിൽ ഒരു ഫോർമൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ചെയ്യുന്നത്? ടു എൻഹാൻസ് ദ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഓഫ് ഇൻറ്റൻഡഡ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇൻറ്റൻഡഡ് യൂസേഴ്സിന്, ആരാണ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്? ഇൻവെസ്റ്റേഴ്സ് ആവാം, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ബാങ്ക്സ് ആവാം. ഈ ഇൻറ്റൻഡഡ് യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ പാർട്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഇൻറ്റൻഡഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്സിൽ ഏർപ്പെടുന്നത്. ഇന്ത്യയിൽ കമ്പനീസിന് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതുപോലെ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ഓഡിറ്ററിനെ കൊണ്ട് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഓഡിറ്റിങ്ങിൻ്റെ കുറേ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓഡിറ്റ് ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വോളണ്ടറി ആയിട്ട് അവർ ഓഡിറ്ററിനെ കൊണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നത്? എന്താണ് ഈ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്സ്? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. ഫസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, യൂസറിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ്. സോ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റഡ് ഇൻഫർമേഷന് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. സോ ഓഡിറ്റഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ. ഒരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ഓണേഴ്സും അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരും വേറെ വേറെയാണ്. സോ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ പറ്റി, അവരുടെ ഡെയിലി അഫേഴ്സിനെ പറ്റിയോ ട്രാൻസാക്ഷൻസിനെ പറ്റിയോ ഒന്നും ഒരു അറിവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ആരാണ്? ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ്സ് തന്നെ ആയിരിക്കും. അതിലും ഷെയർ ഹോൾഡേഴ്സിന്, അതായത് കമ്പനിയുടെ ഓണേഴ്സിന് ഒരു പങ്കുമില്ല. സോ കമ്പനിയുടെ ഓണേഴ്സിന് എന്ത് വേണം? ഒരു ഇൻഡിപെൻഡൻറ്റ് മെക്കാനിസം വേണം. എന്താണ് ഇൻഡിപെൻഡൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ? ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട്
ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ ക്വാളിറ്റേറ്റീവ് ആണെന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നും ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുക. സേഫ് ഗാർഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര റിട്ടേൺ കിട്ടും, ആ റിട്ടേൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലയോ, അതിനനുസരിച്ച് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുക എന്നുള്ളതാണ് ഷെയർ ഹോൾഡറിൻ്റെ ഇൻട്രസ്റ്റ്. സോ ഓഡിറ്റിംഗ് വഴി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുകയാണ്. സോ സെക്കൻഡ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, an audit acts as a moral check on employees from committing frauds for the fear of being discovered by audit. അതായത് ഓഡിറ്റ് ചെയ്യുന്നത് വഴി ഫ്രോഡ്സും എറേഴ്സും കണ്ടുപിടിക്കുന്നത് കാരണം എംപ്ലോയീസിനൊരു പേടി ഉണ്ടാവുന്നു. എന്തെങ്കിലും ഫ്രോഡ്സ് അവർ കമ്മിറ്റ് ചെയ്യുന്നതിലൂടെ അത് ഓഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവുന്നത് കാരണം എംപ്ലോയിയുടെ മോറൽസിനെ, അവരുടെ ഓണസ്റ്റിയെ, അവരുടെ എത്തിക്സിനെയൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഓഡിറ്റ് വഴി ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഫ്രോഡ്സ് കമ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് പെരുമാറാൻ ഒരു പേടി ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു ഓഡിറ്റ്. ടാക്സ് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അതോറിറ്റീസിനെ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ് അതോറിറ്റീസ് എന്ന് പറഞ്ഞത്? ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിക്കും ടാക്സ് അതോറിറ്റി അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ് അതോറിറ്റി എന്ന് പറയാൻ കാരണം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ടാക്സ് അതോറിറ്റീസ് മാത്രമല്ല, മറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PF ഡിപ്പാർട്ട്മെൻറ്റിന് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട് അവരുടെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ് അതോറിറ്റീസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ടാക്സ് അതോറിറ്റീസ് എന്ന് ഉപയോഗിക്കാതെ. അപ്പോൾ ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി ഗവൺമെൻറ് അതോറിറ്റീസിന് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു എൻറ്റിറ്റിക്ക് കടം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലെൻഡേഴ്സിനെയും ബാങ്കേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്കിലൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടോ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവർ 3 വർഷത്തെയോ 5 വർഷത്തെയോ ഒക്കെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ വിശ്വസിച്ചിട്ടായിരിക്കും, അത് വിലയിരുത്തിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആ എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബാങ്ക്സിനെയും ലെൻഡേഴ്സിനെയും ഒക്കെ ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചില ഫ്രോഡ്സോ എറേഴ്സോ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ഫ്രോഡും എററും അല്ലെങ്കിൽ രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് പോയിന്റ്. അടുത്ത്, an audit reviews existence and operations of various controls operating in any entity. Hence, it is useful at pointing out deficiencies. ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ആ എൻറ്റിറ്റിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസിനെ പറ്റി പഠിക്കും. അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നും അവരുടെ എക്സിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ പഠിച്ചിട്ടായിരിക്കും ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാനും ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് ഓഡിറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, യൂസേഴ്സിന് ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഓഡിറ്റിങ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ റിലയബിളും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണെന്നുള്ള അഷുറൻസ് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, എംപ്ലോയീസിൻ്റെ മോറൽ ചെക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു. അവർ ഫ്രോഡ്സ് കമ്മിറ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ പോലെ ഓഡിറ്റ് ആക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഗവൺമെൻറ്റിന് ടാക്സ് ലയബിലിറ്റീസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഫ്രോഡ്സോ എറേഴ്സോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, കമ്പനിയുടെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസിൽ, ഇൻറ്റേർണൽ കൺട്രോൾസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാനും ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഓഡിറ്റ് മാൻഡറ്ററി ആണോ അതോ വോളണ്ടറി ആണോ? അതായത്
മാൻഡറ്ററി എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണോ? ഓർ വോളണ്ടറി എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ എന്നതാണ് നമ്മൾ അടുത്തിനി പഠിക്കാൻ പോകുന്നത്. ഓഡിറ്റ് ലീഗലി മാൻഡറ്ററി അല്ല എല്ലായ്പ്പോഴും. അതായത് ചില എൻറ്റിറ്റീസിന് ഓഡിറ്റ് ചെയ്യേണ്ടത് മാൻഡറ്ററി ആണ്, നിയമപ്രകാരം കമ്പൽസറി ആയിട്ട് അവർ ചെയ്തിരിക്കണം. എന്നാൽ ചില എൻറ്റിറ്റീസിന് കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിയമപ്രകാരം. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് എല്ലാ വർഷവും ആനുവലി അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. അതുപോലെ ചില നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടേൺ ഓവർ ആ ത്രെഷോൾഡ് ലിമിറ്റ് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില എൻറ്റിറ്റീസ്, സ്കൂൾസ്, ട്രസ്റ്റ്, ക്ലബ്സ്, അങ്ങനെയുള്ള ചില എൻറ്റിറ്റീസ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രാൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഹൂ അപ്പോയിൻറ്റ്സ് ആൻ ഓഡിറ്റർ? ആരാണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സാധാരണയായിട്ട് ഓഡിറ്റേഴ്സിനെ ആ എൻറ്റിറ്റിയുടെ ഓണേഴ്സ് തന്നെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ AGMൽ വെച്ചിട്ട് അതിൻ്റെ മെമ്പേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു ഗവൺമെൻറ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലേ, അതിൻ്റെ ഓഡിറ്റേഴ്സ് CAG ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും അതിൻ്റെ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് അതോറിറ്റി തന്നെ നിയമപ്രകാരം ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആരാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഇങ്ങനെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓഡിറ്റർ എന്ത് ചെയ്യും? അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യും. എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? റിപ്പോർട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യും. ഈ റിപ്പോർട്ട് ആർക്കാണ് ഇനി കൊടുക്കാനുള്ളത്? ഈ റിപ്പോർട്ട് ആരുടെ കയ്യിലാണ് നമ്മൾ കൊടുക്കാനുള്ളത്? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടു ഹൂം റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ബൈ ആൻ ഓഡിറ്റർ? ആരാണോ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അയാൾക്കാണ് ഈ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്, ഫേമിൻ്റെ കേസിലാണെങ്കിൽ പാർട്ട്നേഴ്സ്, അങ്ങനെ. സോ ആരാണോ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അയാളുടെ കയ്യിലായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. Assurance engagement means an engagement in which a practitioner expresses a conclusion designed to enhance the degree of confidence of the intended users other than the responsible party about the outcome of the evaluation or measurement of a subject matter against criteria. Assurance engagement എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ ചില ക്രൈറ്റീരിയ വെച്ചിട്ട് മെഷർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഔട്ട്കം റെസ്പോൺസിബിൾ പാർട്ടി ഒഴികെയുള്ള ഇൻറ്റൻഡഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന രീതിയിൽ പ്രാക്ടീഷണർ അയാളുടെ കൺക്ലൂഷനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഒരു അഷ്വറൻസ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് സബ്ജക്റ്റ് മാറ്റർ? എന്താണ് ക്രൈറ്റീരിയ? ആരാണ് റെസ്പോൺസിബിൾ പാർട്ടി? ആരാണ് പ്രാക്ടീഷണർ? ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനു മുന്നേ നമുക്ക് അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മീനിങ്ങിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സോ എലമെൻറ്റ്സ് ഓഫ് ആൻ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. അഷ്വറൻസ് എൻഗേജ്മെൻറ്റിന് 5 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, 3 പാർട്ടി റിലേഷൻഷിപ്പ്. സെക്കൻഡ് വൺ, അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റ് മാറ്റർ. തേർഡ്, സ്യൂട്ടബിൾ ക്രൈറ്റീരിയ. 4, സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. 5th, a return assurance report in appropriate form. ഓരോ എലമെൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് 3 പാർട്ടി റിലേഷൻഷിപ്പ്. A 3 പാർട്ടി റിലേഷൻഷിപ്പ് ഇൻവോൾവിംഗ് എ പ്രാക്ടീഷണർ, എ റെസ്പോൺസിബിൾ പാർട്ടി ആൻഡ് ഇൻറ്റൻഡഡ് യൂസർ. അതായത് ഒരു അഷ്വറൻസ് എൻഗേജ്മെൻറ്റിൽ 3 പേരാണ് ഉള്ളത്, 3 പാർട്ടീസാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്നാമത്തത് എ പ്രാക്ടീഷണർ, സെക്കൻഡ് വൺ a responsible party, third one an intended user. ആരാണ് പ്രാക്ടീഷണർ? പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതായത് ആരാണോ അഷ്വറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളാണ് പ്രാക്ടീഷണർ. ആരാണ് അഷ്വറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഈ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഓഡിറ്റർ എന്നുള്ള ടേമിനേക്കാളും കുറച്ചും കൂടെ ബ്രോഡറാണ്. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് ചെയ്യുന്ന ആൾ എന്ന് മാത്രമേ ആവുള്ളൂ. പക്ഷെ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഓഡിറ്റ് മാത്രമല്ല ചെയ്യുന്നത്,
പ്രാക്ടീഷണേഴ്സ് അഷുറൻസ് സർവീസും പ്രൊവൈഡ് ചെയ്യും, നോൺ അഷുറൻസ് സർവീസും പ്രൊവൈഡ് ചെയ്യും. അഷുറൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ആവാം, എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള അഷുറൻസ് റിലേറ്റഡ് സർവീസസ് ഉണ്ട്. നോൺ അഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് സർവീസ് ആവാം, അഡ്വൈസറി സർവീസ് ആവാം, അക്കൗണ്ടിങ് സർവീസ് ആവാം, അല്ലെങ്കിൽ കൺസൾട്ടിങ് സർവീസസ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള സർവീസസ് പ്രാക്ടീഷണേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓഡിറ്റ് എന്ന് പറയുന്നതും അഷുറൻസ് എൻഗേജ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഒരേ ഒരു ഭാഗം മാത്രമാണ് ഈ ഓഡിറ്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ സർവീസസ് ആണ് ഓഡിറ്റ്. അതുപോലെ പലതരത്തിലുള്ള അഷുറൻസ് എൻഗേജ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടീഷണർ ഏത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് മാറ്റർ ഏതാണോ അതിനെ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലാണ് പ്രാക്ടീഷണർ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഈ ഓഡിറ്റർ എന്ത് ചെയ്യും, അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യും, എക്സാമിൻ ചെയ്യും. സോ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലെ സബ്ജക്റ്റ് മാറ്റർ ഏതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യാനുള്ള ഒരു എൻഗേജ്മെൻറ്റിലാണ് ഓഡിറ്റർ ഏർപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓഡിറ്റർ അല്ല പ്രാക്ടീഷണർ ഏർപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റേർണൽ കൺട്രോൾ എവിടെയാണോ ആ ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരേണ്ടത് ആ ഏരിയ ആയിരിക്കും അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ആയിരിക്കും അയാളുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ മുകളിലാണോ പ്രാക്ടീഷണർ അഷുറൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യും, ഒരു ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മാനേജ്മെൻ്റ് ആണ്. സോ ഈ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ റെസ്പോൺസിബിൾ പാർട്ടി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആരാണോ ആ സബ്ജക്റ്റ് മാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അയാളെയാണ് നമ്മൾ റെസ്പോൺസിബിൾ പാർട്ടി എന്ന് പറയുന്നത്. ഒരു ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻ്റ് ആവും. എങ്ങനെയാണ് ഓഡിറ്റർ ഈ സബ്ജക്റ്റ് മാറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ചില സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഓഡിറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സബ്ജക്റ്റ് മാറ്റർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ച് മാർക്ക് ഏതാണോ, സ്റ്റാൻഡേർഡ് ഏതാണോ അതിനെയാണ് നമ്മൾ സ്യൂട്ടബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണോ, ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണോ ഓർ ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണോ ആ സബ്ജക്റ്റ് മാറ്ററിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഗൈഡൻസ് അല്ലെങ്കിൽ ലോ, റൂൾസ്, റെഗുലേഷൻസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്യൂട്ടബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്യൂട്ടബിൾ ക്രൈറ്റീരിയ വെച്ച് സബ്ജക്റ്റ് മാറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള എവിഡൻസ് പ്രാക്ടീഷണർക്ക് ആവശ്യമുണ്ട്. എന്താണ് സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ? സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എത്രത്തോളം എവിഡൻസ്, എത്രത്തോളം സാമ്പിൾസ് എടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നത്, കറക്റ്റായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നത്. അത്രയും എമൗണ്ട് ഓഫ് എവിഡൻസ് നമുക്ക് ഓഡിറ്ററിന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രാക്ടീഷണറിന് കൊടുക്കേണ്ടി വരും. ഇനി എന്താണ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ? അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഓഡിറ്ററിന് ഒരു എവിഡൻസിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആയിരിക്കില്ല, കംഫർട്ട് ആയിരിക്കില്ല മറ്റൊരു എവിഡൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. സോ ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന എവിഡൻസ് ഏതാണോ അതാണ് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിഡൻസ് സഫിഷ്യൻറ്റുമായിരിക്കണം, അതുപോലെ അപ്രോപ്രിയേറ്റും ആയിരിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചാപ്റ്റർ 4 പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര സാമ്പിൾ എടുക്കണം, എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാം. ലാസ്റ്റ് എലമെൻറ്റ്, എ റിട്ടേൺ അഷുറൻസ് റിപ്പോർട്ട് ഇൻ അപ്രോപ്രിയേറ്റ് ഫോം. അങ്ങനെ പ്രാക്ടീഷണർ സബ്ജക്റ്റ് മാറ്ററിനെ സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റുമായിട്ടുള്ള എവിഡൻസ് വെച്ച് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഒക്കെ വെച്ച് നോക്കി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അയാളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് അയാൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു റിട്ടേൺ അഷുറൻസ് റിപ്പോർട്ടിലൂടെ ആയിരിക്കും ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അഷുറൻസ് റിപ്പോർട്ട് ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ആയിരിക്കും. സോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഫോം ഉണ്ട്. SA 700 പ്രകാരമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് പ്രകാരമായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
അതുപോലെ എല്ലാ അഷുറൻസ് റിപ്പോർട്ടിനും അതിൻ്റേതായ ഒരു അപ്രോപ്രിയേറ്റ് ഫോം ഉണ്ടാവും. ആ ഒരു ഫോമിലായിരിക്കും പ്രാക്ടീഷണർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ മീനിങ് നോക്കാം. അഷുറൻസ് എൻഗേജ്മെൻറ്റ് മീൻസ് ആൻ എൻഗേജ്മെൻറ്റ് ഇൻ വിച്ച് എ പ്രാക്ടീഷണർ എക്സ്പ്രസസ് കൺക്ലൂഷൻ designed to enhance the degree of confidence of intended user other than the responsible party about the outcome of the evaluation of measurement of a subject matter against criteria. അഷുറൻസ് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻഗേജ്മെൻ്റ് ആണ്, ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ആണ്. എവിടെയാണോ പ്രാക്ടീഷണർ സബ്ജക്റ്റ് മാറ്ററിനെ ചില ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഇവാലുവേറ്റോ മെഷറോ ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ഔട്ട്കം റെസ്പോൺസിബിൾ പാർട്ടി ഒഴികെയുള്ള ബാക്കിയുള്ള ഇൻറ്റൻഡഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ആ കൺക്ലൂഷന് ഡിസൈൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എൻഗേജ്മെൻ്റ് ആണ് അഷുറൻസ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലെക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നേരിട്ടോ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസിനനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിവ്യൂ. ഓഡിറ്റിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചല്ലേ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ റിവ്യൂവും ഒരു അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണ്. എന്നാൽ റിവ്യൂവും ഓഡിറ്റും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ് അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ റിവ്യൂ ലിമിറ്റഡ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു മോഡറേറ്റ് ലെവലിൽ ഓഡിറ്റിങ്ങിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ് റിവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓഡിറ്റിംഗ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനേക്കാളും വളരെ കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ ഏതിനുണ്ടാവുള്ളൂ, റിവ്യൂവിന് ഉണ്ടാവുള്ളൂ. ഓഡിറ്റ് ആയിരുന്നാലും റിവ്യൂ ആയിരുന്നാലും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് രണ്ടും നടക്കുന്നത്. പക്ഷേ രണ്ടിലും ഒരുപോലെ തന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും റിവ്യൂ എന്ന് പറയുന്നത് ഒരു ലോവർ ലെവൽ ഓഫ് അഷുറൻസും ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് അഷുറൻസുമാണ്. റിവ്യൂ സാധാരണയായിട്ട് പെർഫോം ചെയ്യുന്നത് ഇൻറ്ററിയം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെയാണ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ആനുവലി ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. കാരണം റിവ്യൂയിലൂടെ ലിമിറ്റഡ് കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. എന്നാൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്നു. റിവ്യൂവിൻ്റെ മീനിങ് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. റിവ്യൂവിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫൈനൽ ലെവലിലായിരിക്കും പഠിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്. അഷുറൻസ് എൻഗേജ്മെൻറ്റ് രണ്ട് തരത്തിലുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടും സെക്കൻഡ് വൺ അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുമാണ്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് വരുന്ന അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് ആണ് റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സും ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്സും. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് ഈ ടേബിളിലൂടെ മനസ്സിലാക്കാം. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ വളരെ എലോബറേറ്റും എക്സ്റ്റെൻസീവുമാണ്. എന്താണ് എലോബറേറ്റും എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ? അതായത് അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. എന്നാൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണെങ്കിൽ ഈ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഫ്യൂവർ പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്. കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ റീസണബിൾ ആയിട്ടുള്ള ഒരു അഷുറൻസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇങ്ങനെ റീസണബിൾ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസിൻ്റെ ബേസിസിലാണ്. എന്നാൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണെങ്കിലോ ലിമിറ്റഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസിലേക്കായിരിക്കും അത് എത്തിപ്പെടുന്നത്. എന്നാൽ അവിടെയും സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിസിൽ തന്നെയാണ് ആ ലിമിറ്റഡ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് റിവ്യൂ എൻഗേജ്മെൻറ്റ്. അടുത്ത് അതർ ദാൻ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന അഷുറൻസ് എൻഗേജ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ എക്സാമിനേഷനും അതുപോലെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ പുറത്ത് പെർഫോം ചെയ്യുന്ന അഷുറൻസ്. എന്താണ് ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിൽ എൻറ്റിറ്റി പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള
ഓപ്പറേഷൻസിൻ്റെ ബേസിസിൽ ഒരു അസംഷൻ എടുത്തിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ വെച്ചിട്ട് ഇതുമാത്രം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആ എൻറ്റിറ്റിക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒന്ന് ഊഹിച്ച് ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അതായത് കഴിഞ്ഞ പീരീഡിൽ സംഭവിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ പീരീഡിൽ സംഭവിച്ച എക്കണോമിക് ഇവൻസിൻ്റെ ബേസിസിൽ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ടേംസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ്, ഫിനാൻഷ്യലി അതിനുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇവൻസിനെ പറ്റിയിട്ടാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള, നടന്നേക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്യുന്ന ഇവൻസിൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എക്സാമിൻ ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ ആണെന്നുണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യത്തിൻ്റെ വൗച്ചേഴ്സും ഡോക്യുമെൻസും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യമാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഓഡിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അഷുറൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നത്? എന്ത് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് അവർ കളക്ട് ചെയ്യുന്നത്? സപ്പോസ് ഇപ്പോൾ ഒരു എൻറ്റിറ്റിക്ക് 50 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് എന്ന് വെച്ചോ. എന്നാൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ, അതായത് ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ 2 കോടി രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് മാനേജ്മെന്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 ലക്ഷത്തിൽ നിന്ന് 2 കോടി ആവാനും വേണ്ടിയിട്ട് എന്ത് ചേഞ്ച് ആണ് അവർ എൻറ്റിറ്റിക്കുള്ളിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവിടെ അഷുറൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നത്. പുതിയ ഏതെങ്കിലും പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ്സ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, അതുമല്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള അഷുറൻസ് എൻഗേജ്മെന്റിൽ പ്രാക്ടീഷണർ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആ എൻറ്റിറ്റിക്ക് കിട്ടുമോ ഇല്ലേ എന്ന് ഒരിക്കലും ഓഡിറ്ററിന് ഒപ്പീനിയനായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓഡിറ്ററിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രകാരമുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല ഇവിടെ ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും ഈ അഷുറൻസ് എൻഗേജ്മെന്റിൽ ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ പറഞ്ഞ റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഓഡിറ്റർ അവരുടെ റിപ്പോർട്ടിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലാതെ കിട്ടും എന്നൊരിക്കലും ഓഡിറ്ററിന് പറയാൻ പറ്റില്ല. കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നാണ് പറയുന്നത്. കിട്ടാതിരിക്കാനുള്ള ഒരു റീസൺസും കാണുന്നില്ല എന്നുള്ള ഒരു സജഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള അഷുറൻസ് എൻഗേജ്മെൻറ്റ്സിൽ ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്ററിന് എന്തൊക്കെ ക്വാളിറ്റിയാണ് വേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റിയാണ് ഒരു ഓഡിറ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അയാൾ ഓണസ്റ്റ് ആയിരിക്കണം, അതുപോലെ അയാളുടെ ജഡ്ജ്മെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം, അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ട്സ് എല്ലാം തന്നെ റിലയബിൾ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിറ്റീസിനെ പറ്റി നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത്. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയലിനകത്ത് തന്നിരിക്കുന്നതും. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ 11 പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ നമുക്ക് ആ ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കിനും കവർ ചെയ്യാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ് ആൻഡ് ഓവർവ്യൂ. ICAIയുടെ കൗൺസിൽ ചില സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഓഡിറ്റ് ചെയ്യാനാണെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിവ്യൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ഫോളോ ചെയ്തിരിക്കണം.
ഓഡിറ്റും റിവ്യൂവും ഒഴികെയുള്ള ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അഷുറൻസ് എൻഗേജ്മെൻറ്റിലാണ് ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വേണം അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റെന്തെങ്കിലും റിലേറ്റഡ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എഗ്രീഡ് അപ്പോൺ സർവീസസ് ആണ്. അതായത് ക്ലയൻറ്റും പ്രാക്ടീഷണറും തമ്മിൽ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കാനുള്ള എൻഗേജ്മെൻറ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അഷുറൻസ് എൻഗേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. ഇങ്ങനെയുള്ള സർവീസസിനെയാണ് നമ്മൾ റിലേറ്റഡ് സർവീസസ് അല്ലെങ്കിൽ എഗ്രീഡ് അപ്പോൺ സർവീസ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ് ആണ്. ഇങ്ങനെയുള്ള ഓരോ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ്സിനെയും കളക്റ്റീവ്ലി എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. എന്തിനാണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഗൈഡൻസും ഓഡിറ്റിംഗ് ഏരിയാസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റിലായിരുന്നാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഷുറൻസ് സർവീസിലായിരുന്നാലും അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ സർവീസിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഗൈഡൻസും ഹെൽപ്ഫുൾ ആവുന്നത്. നമുക്ക് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആണ്. ബാക്കി സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റും സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസും നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ഫൈനൽസിലാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലും പഠിക്കാനുള്ളത്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റിംഗ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യേണ്ട ബെഞ്ച് മാർക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. അല്ലാതെ ഓഡിറ്റേഴ്സിന് എന്തൊക്കെ അധികാരമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ബെഞ്ച് മാർക്സ് ആണ്. അതായത് ഹൈ ക്വാളിറ്റി ഗൈഡൻസ് ആണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓഡിറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓഡിറ്റിംഗ് ഫീൽഡിലെ പല ഇഷ്യൂസും ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിലൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് മുതൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനെ കുറിച്ചും ഓഡിറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതെങ്ങനെ അസസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഓഡിറ്റ് സാമ്പിളിങ്ങിനെ കുറിച്ചും ഓഡിറ്റ് എവിഡൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഓഡിറ്റ് എവിഡൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒപ്പീനിയൻ പറയുന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിലൂടെ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. SA 200, SA 230, SA 315, SA 500, റിവൈസ്ഡ് SA 700. ഇതെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൻ്റെ നെയിം വരുന്നത് നമുക്ക് ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. സോ അത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട. ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഒന്ന് വായിച്ച് ഏതിൻ്റെതാണെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ്. സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിവ്യൂ നടത്തുന്ന സമയത്താണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. നമുക്കറിയാം റിവ്യൂ എന്ന് പറയുന്നത് ലിമിറ്റഡ് അഷുറൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓഡിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവർ പ്രൊസീജിയേഴ്സ് മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുള്ളൂ ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സിൽ. SREസിൻ്റെ അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സിൻ്റെ അബ്രിവേഷനാണ് SRE എന്ന് പറയുന്നത്. അപ്പോൾ SRE 2400ഉം SRE 2410ഉം ഈ SREസിൻ്റെ എക്സാമ്പിൾസ് ആണ്. SREസിനെ പറ്റിയിട്ടൊന്നും നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. SREs എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആയിരുന്നാലും സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ആയിരുന്നാലും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇൻവോൾവ് ആവുന്ന എൻഗേജ്മെൻറ്റ്സിലാണ് ഇത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റിങ്ങും റിവ്യൂവിനും പ്രത്യേകം സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് രണ്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. മറ്റ് ഓഡിറ്റിങ്ങും റിവ്യൂവും അല്ലാതെ ബാക്കിയുള്ള അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് എല്ലാം തന്നെ ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വേണം ഫോളോ ചെയ്യാൻ. നമ്മൾ നേരത്തെ പഠിച്ച പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ എക്സാമിനേഷൻ ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് വേണം പെർഫോം ചെയ്യാൻ. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നോൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവും.
ലൈക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഓപ്പറേഷൻസ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതും അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള അഷുറൻസ് എൻഗേജ്മെൻറ്റ്സിനും ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഓഡിറ്റിങ്ങും റിവ്യൂവും ഒഴികെയുള്ള ബാക്കി ഒട്ടുമിക്ക അഷുറൻസ് എൻഗേജ്മെൻറ്റ്സിനും ആപ്ലിക്കബിൾ ആണ്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന് ബന്ധപ്പെട്ടതായിരുന്നാലും നോൺ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നാലും. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസ് ഫോളോ ചെയ്യുന്നത്. എന്താണ് എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ അതിൻ്റെ പ്രസൻറ്റേഷനോ പ്രിപ്പറേഷനോ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻസ് കൊടുക്കുക. അഷുറൻസ് വാങ്ങിക്കുക എന്നുള്ളതല്ല, ഒരു അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരിക്കലും ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയുന്നതൊന്നുമല്ല. മേ ബി ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഐറ്റം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ഈ എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സിലൂടെ പറയുന്നത്. ചിലപ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ ആയിരിക്കും നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട്സ് പേയബിളുടെ കാര്യങ്ങളായിരിക്കും നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഒഴികെ ഉള്ള ബാക്കി സർവീസസ് ആണ് ഈ റിലേറ്റഡ് സർവീസിൽ വരുന്നത്. SRS എന്നുള്ള ഷോർട്ട് ഫോമാണ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിലേറ്റഡ് സർവീസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ സർവീസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ചില പോർഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ലെക്ചേഴ്സ് കേൾക്കുകയും നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലുള്ള ബേസിക് ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് എല്ലാവരും നന്നായിട്ട് വായിക്കുക. മനസ്സിലായില്ലെങ്കിൽ ലെക്ചേഴ്സ് വീണ്ടും കേൾക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതുവഴിയോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഓഡിറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഫൗണ്ടേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് വളരെ സ്റ്റാൻഡേർഡോടുകൂടി ഹൈ ക്വാളിറ്റിയിലായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സപ്പോസ് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അസുഖം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ടാവും. ആദ്യം പേഷ്യൻറ്റിനോട് എൻക്വയറി നടത്തും അല്ലേ, അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതൽ ഫർദർ ടെസ്റ്റുകൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് എടുക്കും. പിന്നെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് ബീറ്റ്സ് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. BP ചെക്ക് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് അസുഖമാണെന്നുള്ള ഒരു ഇൻഫറൻസിലേക്ക് എത്തുകയും അതിനനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓഡിറ്റേഴ്സിനും എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി അവരെങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്, അവരുടെ പ്രൊഫഷണൽ എത്തിക്സും ലീഗൽ റിക്വയർമെൻറ്റ്സും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സും ഒക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡൻസ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ SQC എന്ന് പറയുന്നത്. SQC സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഷോർട്ട് ഫോമാണ്. ഒരു പ്രാക്ടീഷണർ എന്ത് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താലും അതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ് പെർഫോം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്യും. പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോളും കൂടെ ചെയ്യും. ഇനി സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾസും ഫോളോ ചെയ്യും. അങ്ങനെ ഇത് ഒരിക്കലും എന്തല്ല, സെപ്പറേറ്റ് അല്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഏത് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എടുത്താലും അതിൻ്റെ കൂടെ ഏതുണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോളും അവർ ഫോളോ ചെയ്തിരിക്കണം. സോ ഈ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിനെയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾസിനെയും ഒരുമിച്ച് പറയുന്നതാണ് എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. അടുത്ത്, എന്തിനാണ് നമുക്ക് ഇത്രയും അധികം സ്റ്റാൻഡേർഡ്സ് ഉള്ളത്? വൈ ആർ സ്റ്റാൻഡേർഡ്സ് നീഡഡ്? ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ്സ് എൻഷ്യൂർ ഓഡിറ്റ് ക്വാളിറ്റി. സ്റ്റാൻഡേർഡ്സും ബെഞ്ച് മാർക്സും ഒക്കെ ഫോളോ ചെയ്യുന്നത് കാരണം ഓഡിറ്റിൻ്റെ ക്വാളിറ്റി വളരെയധികം ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇത് കാരണം ഓഡിറ്റ് ക്വാളിറ്റി എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിക്കുന്നതിലൂടെ പ്രൊഫഷണൽ അക്കൗണ്ടൻസിന് കൂടുതൽ നോളേജും സ്കിൽസും ഉണ്ടാവുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു അറിവ് അവർക്ക് ഉണ്ടാവുന്നു.
ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഓഡിറ്റേഴ്സും ഒരുപോലെ ആയിരിക്കും ഓഡിറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. ഇത് കാരണം ആ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നു. സോ സ്റ്റാൻഡേർഡ്സ് പ്രൊമോട്ട് യൂണിഫോമിറ്റി. അടുത്ത പോയിന്റ്, സ്റ്റാൻഡേർഡ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, thereby helping user to make diligent decisions. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ബേസ് ചെയ്താകുമ്പോഴത്തേക്ക് അതിന് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് വഴി യൂസേഴ്സിന് ഡിലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. വളരെ ശ്രദ്ധയോടെ യൂസേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഗ്ലോബൽ പ്രാക്ടീസിലുള്ള പോലത്തെ ബെഞ്ച് മാർക്സ് ആണ് ഈ സ്റ്റാൻഡേർഡ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഡിറ്റേഴ്സും ആ ഒരു ബെഞ്ച് മാർക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ ഗ്ലോബൽ പ്രാക്ടീസിലുള്ള സ്റ്റാൻഡേർഡ്സിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നു. ഗ്ലോബൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ഒരേപോലത്തെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തത് ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. എല്ലായ്പ്പോഴും പ്രൊഫഷണൽ അക്കൗണ്ടൻസ് എല്ലാ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്തിട്ട് തന്നെയായിരിക്കും അവരുടെ എൻഗേജ്മെൻറ്റ്സ് പെർഫോം ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്യും, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യും. സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾസും ഫോളോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏത് ജോലിയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ എസ്ക്യൂസിയും അവർ ഫോളോ ചെയ്തിരിക്കും. എന്തെങ്കിലും കാരണവശാൽ അവരിത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ചാലഞ്ചിങ് ആകുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ അവർ ചെയ്യാതെ പോയേക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യണം, അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ കാര്യം ചെയ്തിട്ടില്ല, അതിന് പകരം എന്ത് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയറാണ് അവർ എടുത്തതെന്നുള്ളതും കൂടെ അവരെന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. വെറുതെ ഇങ്ങനെ സ്റ്റാൻഡേർഡിലെ ഈ പ്രൊസീജിയർ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് വെറുതെ ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യാത്തതെന്നും അതിന് പകരം എന്ത് ഓൾട്ടർനേറ്റീവ് എടുത്തതെന്നും റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. ബേസ് നന്നായിട്ട് തറവായാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള പാഠങ്ങൾ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. സോ ടേംസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ടേംസ് ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.